ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഹയർ സെക്കൻഡറി 2ാം വർഷ ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പ്രീ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദ ലാസ്റ്റ് പോർഷൻ, ദറ്റ് ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഓർ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. അപ്പോൾ എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചാൽ, ദ ചേഞ്ചസ് വിച്ച് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ദറ്റ് ഈസ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന ചേഞ്ചസ്, അതിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതായത് അവിടെ ഒരു സൈഗോട്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ടും, രണ്ട് എംബ്രിയോജനസിസും. സോ അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട്. അപ്പോൾ എന്താണ് സൈഗോട്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതായത് ദ സൈഗോട്ട് ദ ഡെവലപ്സ് ഇൻ ടു ആൻ ഓർഗാനിസം ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. അതായത് സൈഗോട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഫെർട്ടിലൈസേഷൻ മെക്കാനിസം, ഒന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും രണ്ട് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനും അല്ലേ. അപ്പോൾ ഇതിൽ എക്സ്റ്റേണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ദ സൈഗോട്ട് ദ ഡെവലപ്സ് ഇൻ ആൻ എക്സ്റ്റേണൽ മീഡിയം. അവിടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. കാരണം സൈഗോട്ട് എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്താണ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ്റ്റേണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിലും ഫീമെയിലും ഗമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നത് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നതും എവിടെയാണ്? ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. എന്നാൽ ഇൻ ഇന്റേർണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസ് ദ സൈഗോട്ട് ദ ഡെവലപ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരന്റ്. കാരണം അവിടെ ഫ്യൂഷൻ പ്രോസസ് നടക്കുന്നത് ഫീമെയിൽ പാരന്റിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നതും എവിടെ വെച്ചായിരിക്കും? ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരന്റ്. ഓക്കെ, ഇനി ഈ സൈഗോട്ടിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ആ ഓർഗാനിസംസിൻ്റെ ലൈഫ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഹാപ്ലോണ്ടിക് സൈക്കിൾ, ഡിപ്ലോണ്ടിക് സൈക്കിൾ, ഹാപ്ലോഡിപ്ലോണ്ടിക് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ആൽഗെ പോലുള്ള ഓർഗാനിസംസിനെയാണ് നോക്കുന്നെങ്കിൽ, ഫഞ്ചൈ പോലുള്ള ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ, ഇൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ ദ സൈഗോട്ട്, ദ മീൻസ് ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറായിട്ടുള്ള സൈഗോട്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്, ദ സൈഗോട്ട് ദ ഡെവലപ്സ് എ തിക്ക് വോൾ ദറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡാമേജ് ആൻഡ് ഡെസിക്കേഷൻ. ഈ സൈഗോട്ടിന് പുറമേ ആയിട്ട് ഒരു കട്ടിയുള്ള കവറിങ്, അതായത് ഡാമേജ് അല്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടം അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് വോൾ, വളരെ കട്ടിയുള്ള ഒരു കവറിങ് അതിൻ്റെ പുറമേ ആയിട്ട് കാണും. ആൻഡ് ദിസ് തിക്ക് കവറിങ് ഓഫ് സൈഗോട്ട്, അതായത് ഈ പറയുന്ന കവറിങ്, സൈഗോട്ടിന് പുറമേ ആയിട്ടുള്ള കവറിങ് അതിനെ ഡാമേജിൽ നിന്നും ഡെസിക്കേഷനിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ സൈഗോട്ട് ദറ്റ് അണ്ടർഗോ എ പീരീഡ് ഓഫ് റസ്റ്റ് ബിഫോർ ജെർമിനേഷൻ. അത് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് റസ്റ്റ്, ഇറ്റ് അണ്ടർഗോ എ പീരീഡ് ഓഫ് റസ്റ്റ് ബിഫോർ ജെർമിനേഷൻ. ഇതാണ് സൈഗോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസസ് ഓഫ് സൈഗോട്ട്? എന്തൊക്കെയാണ് സൈഗോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിലൊക്കെ തന്നെയും ഇൻ ഓൾ ഓഫ് ദ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ദ സ്റ്റേജ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സെൽ ആൻഡ് ദറ്റ് ഈസ് കോൾഡ് സൈഗോട്ട്. അതായത് ഈ പറയുന്ന സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിലൊക്കെ തന്നെയും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെൽ, അതായത് സൈഗോട്ട് എന്ന് പറയുന്ന സിംഗിൾ സെല്ലിൽ തന്നെയാണ്. മാത്രമല്ല ഇത് ജനറേഷൻസ് കഴിയുമ്പോഴത്തേക്കും ആ ജനറേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക്, ഒരു വൈറ്റൽ ലിങ്കായിട്ട്, രണ്ട് സക്സസീവായിട്ടുള്ള ജനറേഷൻസിൻ്റെ ഒരു വൈറ്റൽ ലിങ്കാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ. എത്ര തലമുറ കഴിഞ്ഞാലും അതിൻ്റെ സ്പീഷീസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? സൈഗോട്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, there are three main points, that is the importance of zygote. Point number 1, every life in sexually reproducing organisms that begins with a single cell, that is the zygote. Point number 2, it is the vital link between two successive generations. And point number 3, it ensures the continuity of species from generations to generation. അപ്പോൾ ഇത്രയുമാണ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ അവസാനം നമ്മൾ പറയുന്ന, അതായത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എംബ്രിയോജനസിസ്. എന്താണ് എംബ്രിയോജനസിസ്? അതായത് ദ പ്രോസസ് ഓഫ്
ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഈസ് കോൾഡ് എംബ്രിയോജനസിസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോജനസിസ്. സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഈസ് സിംപ്ലി കോൾഡ് എംബ്രിയോജനസിസ്. ഇനി ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ദ സൈഗോട്ട് ഇറ്റ് അണ്ടർഗോ ഡിവിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ദ സൈഗോട്ട് ഇറ്റ് അണ്ടർഗോ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രോസസ്സ്, ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് അത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂ ആയിട്ടും ഓർഗനായിട്ടും ആൻഡ് ഫൈനലി ദറ്റ് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം. സോ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഈസ് കോൾഡ് embryogenesis, and the zygote it undergo cell division and cell differentiation and finally that develops into a new individual or organism. സോ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് അനിമൽസിനെ രണ്ട് കാറ്റഗറിയായിട്ട്, രണ്ട് വിഭാഗങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിലൊന്നാമത്തേതിനെ നമ്മൾ പറയുന്നത് ഒവിപാരസ് എന്നും രണ്ടാമത്തേതിനെ പറയുന്നത് വിവിപാരസ് എന്നുമാണ്. ദർ ആർ ടു കാറ്റഗറി ഓഫ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദ എംബ്രിയോജനസിസ്. അതായത് ഇവിടെ നമ്മൾ എംബ്രിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പറയുമ്പോൾ അവിടെ നമുക്ക് അനിമൽസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേതിനെ പറയുന്നത് ഒവിപാരസ് ഓർഗാനിസംസ് എന്നും രണ്ടാമത്തേതിനെ പറയുന്നത് വിവിപാരസ് ഓർഗാനിസംസ് എന്നുമാണ്. സോ എന്താണ് ഈ പറയുന്ന ഒവിപാരസ് ഓർഗാനിസംസും വിവിപാരസ് ഓർഗാനിസംസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻ ഒവിപാരസ് ഓർഗാനിസംസ്, നമ്മൾ ആദ്യം പറയുന്നു ഒവിപാരസിനെ കുറിച്ച്. ഒവിപാരസ് ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ലേ ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ്. ഫെർട്ടിലൈസ്ഡ് എഗ്സ്, അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എന്ത് ചെയ്യുന്നു, മുട്ടയിടുന്ന ഓർഗാനിസംസ് ആണ്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ദറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് മെയിലും ഫീമെയിലും ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ഫോം ചെയ്യുകയും അത് പിന്നീട് ഒരു ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദ ആനിമൽസ് വിച്ച് ലേ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽസ് ആൻഡ് സച്ച് type of organisms are called oviparous organisms. അതായത് ഇപ്പോൾ റെപ്റ്റൈൽസ്, ബേർഡ്സ് ഇതൊക്കെ ഒവിപാരസ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ്, ദ ആനിമൽസ് വിച്ച് ലേ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരൻറ്റ്. ഫീമെയിൽ പാരൻറ്റിൻ്റെ ബോഡിക്ക് പുറത്തായിരിക്കും ഈ പറയുന്ന ഫെർട്ടിലൈസ്ഡ് എഗ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ റെപ്റ്റൈൽസ്, ബേർഡ്സ് എക്സെട്ര. ഇനി ഇൻ ദീസ് ഓർഗാനിസംസ് the fertilized eggs are covered by a hard calcareous shell. ഈ പറയുന്ന ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ അല്ലെങ്കിൽ എഗ്സിനെ കവർ ചെയ്തുകൊണ്ട് കട്ടിയുള്ള ഒരു കാൽക്കേരിയസ് ഷെൽ, എ ഹാർഡ് കാൽക്കേരിയസ് ഷെൽ. ആൻഡ് ദീസ് എഗ്സ് ആർ ലെയ്ഡ് ഇൻ എ സേഫ് പ്ലേസ് ഓഫ് എൻവിയോൺമെൻറ്റ്. ഈ പറയുന്ന മുട്ടയിടുന്ന എവിടെയായിരിക്കും, ഒരു സേഫ് പ്ലേസിലായിരിക്കും ഈ എഗ്ഗ്, അതായത് മുട്ട ഇതിനെ കവർ ചെയ്തുകൊണ്ട് കട്ടിയുള്ള ഒരു കാൽക്കേരിയസ് ഷെൽ ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് എഗ്സ് ആർ ലെയ്ഡ് ഇൻ എ സേഫ് പ്ലേസ് ഓഫ് എൻവിയോൺമെൻറ്റ്. ഓക്കെ. സോ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ ദ യങ് വൺസ് ദാറ്റ് ഹാച്ച് ഔട്ട്. അതായത് ഇപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന എഗ്സ് എന്ത് ചെയ്യുന്നു, സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ എന്ത് ചെയ്യുന്നു, മുട്ടയിടുന്നു അല്ലേ. ദ എഗ്സ് ആർ ലൈഡ് ഇൻ എ സേഫ് പ്ലേസ് ഓഫ് എൻവിയോൺമെൻറ്റ്. ആൻഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ, ഒരു ഇൻക്യുബേഷൻ പീരീഡ് നിശ്ചിതമായിട്ടുള്ള ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവിടെ ദ യങ് വൺസ് ദേ ഹാച്ച് ഔട്ട്, മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഒവിപാരസ്. സോ ഒവിപാരസ് ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസംസ് they lay the fertilized eggs and the development occurs outside the body of female parent. For example, reptiles, birds, etc. In such organisms, the fertilized eggs are covered by a hard calcareous shell and these eggs are laid in a safe place of environment. Then after a period of incubation, the young ones hatch out. So these kinds of organisms are called oviparous organisms. ഇനി രണ്ടാമത്തേത് വിവിപാരസ് എന്ന് പറയും. എന്താണ് വിവിപാരസ് എന്ന് വെച്ചാൽ, വിവിപാരസ് ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസംസ് വെയർ ദ സൈഗോട്ട് ദ ഡെവലപ്സ് ഇൻ ടു യങ് വൺസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസംസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഔട്ട്സൈഡ് ദ ബോഡി എന്നാണ്, ഇവിടെ ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. ഫോർ എക്സാമ്പിൾ മെജോറിറ്റി ഓഫ് ദ മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, മനുഷ്യനുൾപ്പെടെയുള്ള മാമൽസ് അല്ലേ. അപ്പോൾ ഇവിടെ ദ സൈഗോട്ട് ദ ഡെവലപ്സ് ഇൻ ടു യങ് വൺസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസംസ്
and after attaining a certain stages of growth the young ones are delivered out of the body of female organisms. നേരത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ യങ് വൺസ് ഹാച്ച് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതിൽ? ഒവിപാരസ് ഓർഗാനിസംസിൽ. എന്നാൽ വിവിപാരസ് ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്, അവിടെ ഒരു നിശ്ചിതമായിട്ടുള്ള ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. അപ്പോൾ എന്താ വിവിപാരസ് എന്ന് പറഞ്ഞാൽ? വിവിപാരസ് ഓർഗാനിസംസ് ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു യങ് വൺസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസംസ്. Example, most of the mammals including humans, and in such organisms after attaining a certain stage of growth the young ones are delivered out. അവിടെ നിശ്ചിതമായിട്ടുള്ള ഗ്രോത്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം യങ് വൺസ് എന്ത് ചെയ്യുന്നു? ദ ഡെലിവേർഡ് ഔട്ട്, പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് വിവിപാരസ് എന്ന് പറയുന്നത്. സോ ഒവിപാരസ് ആൻഡ് വിവിപാരസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒവിപാരസ് ആൻഡ് വിവിപാരസ് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, ഇനി വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസസ് ഓഫ് വിവിപാരസ് ആനിമൽസ്? ഈ പറയുന്ന വിവിപാരസ് ആനിമൽസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിവിപാരസ് ആനിമൽസ് എന്താണ്? അതിന് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ, അതായത് മറ്റ് കമ്പയറിംഗ് ടു ഒവിപാരസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിവിപാരസിന് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ, അതായത് അതിന് സർവൈവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ദ യങ് വൺസ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ പാരൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു എംബ്രിയോണിക് കെയറും അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ദ വിവിപാരസ് ആനിമൽസ് ഹാവ് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ കമ്പയറിംഗ് ടു ഒവിപാരസ്. ഈ ഒവിപാരസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിവിപാരസ് ആനിമൽസിന് സർവൈവൽ എബിലിറ്റി അല്ലെങ്കിൽ സർവൈവിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ബിക്കോസ് ദീസ് എന്താണ് യങ് വൺസ് ആർ അല്ലെങ്കിൽ ദ സൈഗോട്ട് ഈസ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത്രയും സമയത്ത് പ്രോപ്പർ എംബ്രിയോണിക് കെയർ അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കൊണ്ട് ദ വിവിപാരസ് ഓർഗാനിസംസ് ദേ ഹാവ് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ. അപ്പോൾ ഇത്രയുമാണ് എംബ്രിയോജനസിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമായപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞ് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കാര്യം മാത്രം അവിടെ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ദ റീപ്രൊഡക്ഷൻ മെക്കാനിസം ദറ്റ് ഫൗണ്ട് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. എന്താണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്? അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സൈഗോട്ട്, അവിടെയും നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അവസാനം നമ്മൾ പറഞ്ഞ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഇൻസൈഡ് ദ ഓവ്യൂൾ, ഓവറിയുടെ അകത്തായിട്ട് കാണപ്പെടുന്ന ഓവ്യൂൾ, അവിടെയാണ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അവിടെ വരുന്ന അതിനോട് കണക്ട് ചെയ്ത് വരുന്ന പോർഷൻസ് ആയിട്ടുള്ള സെപ്പലും പെറ്റലും സ്റ്റെമിനും ഒക്കെ എന്ത് ചെയ്യുന്നു? ദറ്റ് ഫോൾസ് ഓഫ്, അത് കൊഴിഞ്ഞു മാറിപ്പോകുന്നു. അതോടൊപ്പം തന്നെ അവിടെ പിന്നെ സൈഗോട്ട് എന്ന് നേരത്തെ പറഞ്ഞ പോലെ സൈഗോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട്. ദ സൈഗോട്ട് നേരത്തെ പറഞ്ഞ പോലെ സൈഗോട്ട് എംബ്രിയോ ആയിട്ടും അത് പിന്നീട് പുതിയ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റും സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കാണപ്പെട്ട ഓവ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓവ്യൂൾ എന്ന് പറയുന്നത് സീഡായിട്ടും ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടായിട്ടും മാറും. ഓവ്യൂൾ ദറ്റ് ഡെവലപ്സ് ഇൻ ടു സീഡ് ആൻഡ് ഓവറി ദറ്റ് ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. അതുപോലെ അതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട് ബോൾ എന്ന് പറയുന്നത് ഫ്രൂട്ടിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു തിക്ക് മോളുണ്ട്. അതിനെ നമ്മൾ പെരികാർപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലഷി ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ പെരികാർപ്പ് എന്ന് പറയുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ് എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ പ്ലാന്റ്സിൽ സൈഗോട്ട് ഓവ്യൂളിനകത്ത് വരുന്നുണ്ട്. സൈഗോട്ട് എന്ന് പറയുന്ന എംബ്രിയോ ആയിട്ട് മാറും. ഓവ്യൂൾ സീഡായിട്ടും ഓവറി എന്ന് പറയുന്ന ഫ്രൂട്ടായിട്ടും മാറുന്നുണ്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നതിനെ കവർ ചെയ്തുകൊണ്ട് തിക്ക് മോൾ, അതായത് പെരികാർപ്പ് എന്ന് പറയുന്ന ഒരു വോൾ കാണപ്പെടുന്നുണ്ട്. ഇനി ആഫ്റ്റർ ദി ഡിസ്പേഴ്സൽ സീഡ് ജെർമിനേറ്റ്സ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ്. അത് ഇപ്പോൾ ഓരോ പ്ലാന്റിലും ഓരോ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്ലാന്റ്സിൽ നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇത്രയുമായപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.
you.